ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ജ്യോതി ബാബുവിന് എളുപ്പം ജാമ്യം നൽകാനാവില്ലെന്ന് സുപ്രീം കോടതി. കൊലപാതക കേസാണെന്നും വിചാരണ കോടതിയിലെ രേഖകൾ പരിശോധിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഇതിനുശേഷം ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. TP വധക്കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതി ബാബുവിന് ഇടയ്ക്കിടെ ജാമ്യം അനുവദിക്കുന്നതിനെ എതിർത്ത് KK രമ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട 3 പേർക്ക് 1000 ദിവസത്തിലധികവും 6 പേർക്ക് 500 ദിവസത്തിലധികവും പരോൾ അനുവദിച്ചു. കേസിലെ 8ാം പ്രതിയായ KC രാമചന്ദ്രൻ 1081 ദിവസവും പരോളിൽ കഴിഞ്ഞെന്നും രമ ചൂണ്ടിക്കാട്ടി. 6ാം പ്രതി സിജിത്ത് 1078 ദിവസവും 2ാം പ്രതി മനോജ് 1068 ദിവസവും 4ാം പ്രതി TK രജീഷ് 940 ദിവസവും പരോളിൽ കഴിഞ്ഞു. 7ാം പ്രതി ഷിനോജിന് ലഭിച്ചത് 925 ദിവസത്തെ പരോളാണെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടെ സർക്കാർ അഭിഭാഷകനായ PV ദിനേശും KK രമയുടെ അഭിഭാഷകനായ R ബസന്തും തമ്മിൽ വാക്കേറ്റമുണ്ടായി. രമ അനാവശ്യമായി സർക്കാരിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയാണെന്നും സർക്കാർ അഭിഭാഷകൻ ആരോപിച്ചു. TP കേസിൽ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബുവിന്റെ ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷകനും KK രമയുടെ സീനിയർ അഭിഭാഷകനും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായത്. കേസിൽ സർക്കാരും കുറ്റവാളികളും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്ന് രമയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ R ബസന്ത് ആരോപിച്ചു. ഇതിൽ പ്രകോപിതയായാണ് സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷകൻ PV ദിനേശ് ശക്തമായ എതിർപ്പ് കോടതിയെ അറിയിച്ചത്. കേസിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കാൻ താൻ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. താൻ നിലപാട് പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെയാണ് സർക്കാർ കുറ്റവാളികളുമായി ഒത്തുകളിക്കുന്നു എന്ന് പറയാൻ കഴിയുകയെന്ന് ദിനേശ് ചോദിച്ചു. രമയുടെ അഭിഭാഷകൻ ഗാലറിക്ക് വേണ്ടിയാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും സർക്കാർ ആരോപിച്ചു. പരാതിക്കാരിയുടെ താളത്തിനൊത്ത് തുള്ളാനാകില്ലെന്നും സീനിയർ അഭിഭാഷകൻ PV ദിനേശ് കോടതിയിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ രാജൻ ശങ്കറും കോടതിയിൽ ഹാജരായിരുന്നു. KK രമയ്ക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ R ബസന്ത്, അഭിഭാഷകൻ A കാർത്തിക് എന്നിവരാണ് ഹാജരായത്. ഒത്തുകളിക്കുന്നു എന്ന വാദത്തെ ജ്യോതി ബാബുവിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ നാഗമുത്തു എതിർത്തു. ജാമ്യ ഹർജിയിൽ ഇന്ന് തീരുമാനമെടുക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ആവശ്യമായ നടപടി സ്വീകരിക്കാൻ രജിസ്ട്രാർക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഡയാലിസിസിന് വിധേയനാകുന്നുവെന്നും വിദഗ്ധ ചികിത്സ ആവശ്യമെന്നും പറഞ്ഞായിരുന്നു ജ്യോതി ബാബു കോടതിയെ സമീപിച്ചത്. ജ്യോതി ബാബുവിന് ജാമ്യം നൽകുന്നത് അപകടകരമെന്ന് TP ചന്ദ്രശേഖരന്റെ ഭാര്യയും വടകര MLA യുമായ KK രമ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു.